ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുൽ തന്നോടെന്തോ പറയാനായി ആഗ്രഹിച്ച വിവരം അതെന്താണെന്നുള്ള കാര്യം ഓർത്ത് അർച്ചനയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. അർച്ചന അതിനെക്കുറിച്ച് ഓർത്ത് ആകെ ആശങ്കപ്പെടുമ്പോൾ ഗോകുൽ മുറിയിലിരുന്ന് തന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെ അത് അർച്ചനയോട് ചോദിക്കാൻ കഴിയാതെ പോയതിന്റെ നിരാശയിൽ ഗോകുൽ ഡോക്ടർ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡയറിയിൽ കുത്തിക്കുറിച്ച് തന്റെ മനസ്സിലുള്ള ടെൻഷനുകളൊക്കെ ആ ഡയറിയിൽ ഒന്ന് കുത്തിക്കുറിക്കാമെന്ന് ഗോകുൽ തീരുമാനിച്ചു. അങ്ങനെ ഗോകുൽ ഒരു ഡയറി എടുത്ത് അതിലാദ്യം കുറച്ചൊക്കെ തന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലൊന്ന് എഴുതി നോക്കി. എന്നിട്ടും മനസ്സാകെ അസ്വസ്ഥമായി തന്നെ തുടരുന്നത് കൊണ്ട് താൻ എഴുതിയതൊന്നും തന്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ല എന്ന ആ ഒരു ധാരണയിൽ വേഗം തന്നെ ആ പേപ്പറുകൾ വലിച്ചു കീറി വേസ്റ്റ് ബിന്നിലോട്ട് ഇട്ടിട്ട് ആകെ സങ്കടത്തോടെ ആ ചെയറിലേക്ക് തല ചേർത്ത് വെച്ച് ഗോകുൽ അങ്ങനെ ഇരുന്നുറങ്ങി. പിറ്റേന്ന് വീണ്ടും രാജീവും അർച്ചനയും സുഗതൻ മേനോനും കൂടി ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടുന്നു. സുഗതൻ മേനോനോട് രാജീവ് പറഞ്ഞു, ഇപ്പോ നിങ്ങളുടെ ജീവന് വളരെയേറെ ഭീഷണി നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം യാത്രകൾ ചെയ്യാനും. ഒരു കാരണവശാലും അവന്തികയുടെ കിങ്കരന്മാരുടെ കയ്യിലോ ചെന്ന് പെടാൻ പാടില്ല എന്ന് സുഗതൻ മേനോനോട് രാജീവ് ഓർമ്മിപ്പിച്ചു. സുഗതൻ മേനോൻ പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സർ. പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമാണ് ആഗ്രഹം. അനിരുദ്ധന്റെ മരണത്തിന് ഉത്തരവാദിയായ ആള് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അതിനുശേഷം മാത്രം എന്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് സുഗതമേനൻ അറിയിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വരികയും അതിൽ നിന്ന് കാഞ്ചന ഇറങ്ങുന്നതും അവർ കണ്ടു. കാഞ്ചന അരികിലേക്ക് എത്തിയതോടെ ചോദിച്ചു, ഞാൻ വൈകിയോ, എത്താൻ വൈകിപ്പോയെന്ന് ചോദിച്ചപ്പോ രാജീവ് ചോദിച്ചു, ഞങ്ങൾ ആദ്യം ഒന്ന് ടെൻഷൻ ആയിരുന്നു. കാരണം വരാൻ വൈകുന്നത് കണ്ടപ്പോ. വേറൊന്നുമല്ല, അതുപോലെയുള്ള ഒരു സ്ഥലത്താണല്ലോ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണത്താൽ പിടിക്കപ്പെട്ടോ എന്നൊരാശങ്ക മനസ്സിൽ നിറയെ ഉണ്ടായി. അതാ എന്ന് രാജീവ് പറഞ്ഞപ്പോ കാഞ്ചന പറഞ്ഞു, എന്തായാലും ഡോക്യുമെന്റ്സ് ഒക്കെ എനിക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. കൃത്യമായി അവന്തികയുടെ ആ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് കണ്ടെത്തി തന്നില്ലേ, അതിന് സമൃദ്ധിച്ചോട് വേണം നന്ദി പറയാൻ എന്നറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അതിന് നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാവരും കൂടി നമ്മൾ എല്ലാവരും കൂടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അതിൽ ഓരോരുത്തരേക്കും അവരവരുടേതായ റോളുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ എന്റെ ജോലി ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അർച്ചന പറഞ്ഞു. ഉടനെ എന്നിട്ട് ഡീറ്റെയിൽസ് എവിടെയെന്ന് ചോദിച്ചപ്പോ വേഗം പെൻഡ്രൈവ് എടുത്ത് അത് രാജീവിന്റെ കയ്യിലേക്ക് കൊടുത്തു കാഞ്ചന. ഈ പെൻഡ്രൈവിനുള്ളിലുണ്ട് അവന്തികയുടെ എല്ലാ കള്ളക്കളികളും. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര നിസ്സാരക്കാരിയല്ല. ഇത് കാണുമ്പോ നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോകും എന്ന് കാഞ്ചന മറുപടി നൽകി. ഉടനെ സുഗതമേനൻ ചോദിച്ചു, അല്ല, ഈ തെളിവുകൾ മാത്രം മതിയല്ലോ ആ അവന്തികയെ പൂട്ടാനായിട്ട് എന്ന് ചോദിച്ചപ്പോ മതി, ഇത് തന്നെ ധാരാളമാണ് എന്ന് രാജീവ് മറുപടി നൽകി. അപ്പോഴേക്കും കാഞ്ചന പറഞ്ഞു, അതെ, അവരെ പിടിച്ചു നിൽക്കുക എന്നത് പറഞ്ഞാൽ അത്ര ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാനും അമ്മയും ഞങ്ങളാലാവുന്നത്ര രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അത് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ അവൾക്ക് കൊലക്കയർ വാങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവളുടെ കയ്യിൽ വിലങ്ങണിയിച്ച് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് വേണം ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങാൻ എന്ന് കാഞ്ചന പറയുമ്പോൾ അർച്ചന പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഉടനെ തന്നെ. അപ്പോഴേക്കും സുബ്രഹ്മണ്യനോട് രാജീവ് അറിയിച്ചു, അതെ, ഇനിയും കേസിന്റെ കാര്യത്തിൽ പലതവണ കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. അവിടെ കോടതിയിൽ വന്ന് മൊഴി നൽകാനായിട്ട് തീർച്ചയായിട്ടും സുഗതമേനോൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടല്ലേ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ രാജീവ് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് കോടതിയിൽ വരേണ്ട സമയവും അവിടെ എത്തിച്ചേരേണ്ട രീതി എങ്ങനെയാണെന്നും ഒക്കെ അത് ഞാൻ പിന്നീട് അറിയിക്കാം. എന്തായാലും ഇനി മുന്നോട്ട് വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് നീങ്ങാൻ. അപ്പോഴാണ് കാഞ്ചന പറഞ്ഞത്, ഇനി എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായി കണ്ടു കഴിയുമ്പോൾ എത്രത്തോളം പ്രശ്നകാരിയാണ് അവന്തിക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, എന്തായാലും ഇതിനുള്ളില് ആ ബോംബുകൾ എന്താണെന്ന് ആദ്യം ഞങ്ങളൊന്ന് കാണട്ടെ, അതിനുശേഷം ഏത് രീതിയിൽ നീക്കങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കാമെന്ന് രാജീവ് പറഞ്ഞു. പിന്നീട് രാജീവും അർച്ചനയും നേരെ വീട്ടിലെത്തിയതിനു ശേഷം ആ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ലാപ്ടോപ്പിൽ അവന്തികയുടെ യഥാർത്ഥ കള്ളക്കളികളും
അവന്തികയുടെ ഡീലേഴ്സ് ആരൊക്കെയാണെന്നൊക്കെയുള്ള വിവരങ്ങൾ കൃത്യമായി അവർ വാച്ച് ചെയ്യുന്നു. അതെല്ലാം കണ്ട് ശരിക്കും വിദേശത്തും മുംബൈയിലും മറ്റുമൊക്കെ ആയിട്ടുള്ള അവന്തിക അസോസിയേറ്റ്സിന്റെ സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസും അവന്തികയുടെ പാർട്ട്നേഴ്സും ഒക്കെ ആരാണെന്നുള്ള കാര്യം വിശദമായി അതിൽ നിന്ന് കണ്ടെത്താൻ രാജീവിന് സാധിച്ചു. രാജീവ് പറഞ്ഞു, സത്യത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നകാരിയാണ് അവന്തികയെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവന്തിക ഒരു ചെറിയ ബിസിനസ്സുകാരിയാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ നമ്മളെ ഞെട്ടിക്കുന്ന അത്ര രീതിയിൽ അവൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ എവിഡൻസുകൾ നമുക്ക് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസിക്ക് വരെ ഇത് കൈമാറാവുന്നതാണ് എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, ഇത് നൽകി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന്തികയെ പോലീസ് പിടികൂടുകയില്ലേ എന്ന് അന്വേഷിച്ചപ്പോ രാജീവ് പറഞ്ഞു, ഇത് അവന്തികയുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള എവിഡൻസ് ആണിത്. ഇതിൽ കാണുന്ന പല വിദേശികളും അവരുടെ മനുഷ്യക്കടത്തുക പോലും നടത്തിയിട്ടുള്ള പല സ്ഥാപനങ്ങളുമായിട്ട് ഈ അവന്തികയ്ക്ക് ഡീലിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇപ്പോഴും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള സർക്കാരിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള പല ആളുകളുമായിട്ടാണ് അവന്തികയ്ക്ക് കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് എന്തായാലും ഇത് ഉടനെ തന്നെ ഞാൻ പോലീസ് മേധാവിയെയും CM-നെയും കേന്ദ്രത്തെയും ഒക്കെ ഈ വിവരം ഞാൻ ഉടനെ തന്നെ അറിയിച്ചിരിക്കുമെന്ന് രാജീവ് അർച്ചനയ്ക്ക് വാക്ക് നൽകി. ഇതെല്ലാം കേട്ടതും അർച്ചന ചോദിച്ചു, രാജീവ്, കുറച്ചു നാളായി ഞാൻ രാജീവിനോട് കാര്യം ചോദിക്കണമെന്ന് ആഗ്രഹിക്കണം. അല്ല, രാജീവിന് അവന്തികയോടുള്ള ദേഷ്യം അത് വെറുതെ ഒരു ദേഷ്യം മാത്രമല്ല, ഇത്രത്തോളം അവന്തികയോട് വൈരാഗ്യം തോന്നണമെങ്കിൽ അതിൽ മറ്റെന്തോ കാരണമുണ്ട്. അതെന്താ രാജീവ് എന്ന് അർച്ചന രാജീവിനോട് കാര്യം അന്വേഷിച്ചു. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, അതിന് കാര്യമുണ്ട് അർച്ചന, വേറൊന്നുമല്ല. അന്ന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, എന്നെ മരണത്തിലേക്ക് തള്ളിയിട്ടത് അത് ഈ അവന്തികയാണ്. പിന്നീട് പലതവണ തന്നെ അപായപ്പെടുത്താൻ താൻ ആ അവസ്ഥയിലായിരുന്നപ്പോ വീണ്ടും ഹോസ്പിറ്റലിലെത്തി തന്നെ കൊല്ലാൻ ശ്രമിച്ചതുമൊക്കെ രാജീവ് അർച്ചനയോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ പകയാണ് എനിക്ക് അവന്തികയോടുള്ളത്, എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ. അതുകൊണ്ട് അവളുടെ നാശം അതെനിക്ക് കണ്ടേ പറ്റൂ എന്ന് അർച്ചനയോട് രാജീവ് വെളിപ്പെടുത്തുന്നു. അന്ന് അർച്ചനയും ഗോകുലും എന്നോട് കാണിച്ച ആ ആ അനുകമ്പയും കരുണയും മാത്രമാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഞാനിപ്പോൾ ജീവനോട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ള കാരണവും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒറ്റയൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേരും ഇനി മുന്നോട്ടും ജീവിതത്തിലുടനീളം ഒന്നിച്ചുണ്ടാകണമെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, ആഗ്രഹവും എന്ന് രാജീവ് അറിയിച്ചു. അത് കേട്ടതോടെ അർച്ചന വേഗം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, രാജീവ്, ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എന്ന് രാജുവിനോട് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. കാര്യം എന്താണെന്നും രാജുവിന് അറിയാവല്ലോ. എൻ്റെ ശശിയേട്ടനെ മറന്നിട്ട് എനിക്കൊരു ജീവിതമില്ല. ഗോകുലിനോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എല്ലാ സത്യങ്ങളും അവന്തികയാണ് ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തെന്നുള്ള വിവരം സമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ടാൽ, അവന്തികയ്ക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ, പിന്നെ ഞാൻ എൻ്റെ ശശിയേട്ടൻ്റെ അരികിലേക്ക് മടങ്ങും. അതിൽ യാതൊരു സംശയവുമില്ല. ശശിയേട്ടൻ്റെ അടുത്തേക്ക് എനിക്ക് മടങ്ങി പോയേ പറ്റൂ എന്ന് അർച്ചന രാജീവിനോട് ഉറപ്പിച്ചു പറയുമ്പോൾ ആ തീരുമാനം കേട്ട് രാജീവ് ആകെ വിഷമത്തോടെ അർച്ചനയെ നോക്കുന്നു. എന്തായാലും അവന്തികയുടെ കാര്യത്തിൽ ഉടനെ തന്നെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അവന്തികയ്ക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നമുക്ക് കിട്ടിയ നല്ല തെളിവുകളാണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത്. ഇത് തന്നെ മതി അവക്കെതിരെയുള്ള കേസിന് കൂടുതൽ ബലം കൂട്ടാൻ എന്ന് രാജീവ് അർച്ചനയ്ക്ക് ഉറപ്പ് നൽകുന്നു. അതിനുശേഷം അർച്ചനയുടെയും ശശിയുടെയും വിവാഹ ആൽബം നോക്കി സങ്കടത്തോടെ ഇരിക്കുകയാണ് കമലമ്മ. ആ ആൽബത്തിലെ ഓരോ ഫോട്ടോസും അന്ന് അർച്ചനയുടെ വിവാഹ ദിവസം നടന്ന ഓരോ നിമിഷങ്ങളും അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം ഓർത്ത് കണ്ണുനീർ വാർന്നങ്ങനെ കമലമ്മ ഇരിക്കുമ്പോഴാണ് അതിലെ സ്നേഹി എത്തിയത്. ഇതെന്താ അമ്മയെ ചെയ്യുന്നതെന്നറിയാൻ അരികിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ആൽബത്തിലേക്കെല്ലാം കണ്ണുനീര് വീണ് റാകെ കുതിർന്ന പോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അരികിലെത്തി സ്നേഹ ചോദിച്ചു, ആഹാ, അമ്മ വീണ്ടും ഈ വിവാഹ ആൽബം എടുത്ത് വെച്ചിരിക്കുകയാണോ? അമ്മേ, നമുക്ക് എല്ലാവർക്കും അർച്ചനയെടുത്ത് അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒരാളല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്രത്തോളം ആഴത്തിൽ നിലയുറച്ചു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അമ്മ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ടാൽ അതിന് എന്താണ് അമ്മേ ഫലം ഉണ്ടാവുക? ഓരോ അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ സങ്കടങ്ങളും നേരിട്ടല്ലേ പറ്റൂ. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയൊക്കെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങിയല്ലേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ല. മനസ്സിന് ശക്തി കൊടുക്കണം. എപ്പോഴും ഈ ആൽബം കണ്ടിങ്ങനെ ഇരുന്നാൽ അത് ശരിയാവില്ലമ്മേ. അതുകൊണ്ട് അമ്മ ഇത് കണ്ടിങ്ങനെ സങ്കടപ്പെടലേ, ഇനിതാ ഞാനതെടുത്ത് മാറ്റിക്കൊണ്ട് വെച്ചോളാം എന്ന് പറഞ്ഞപ്പോ കമലമ്മ ഉടനെ തന്നെ
സ്നേഹയോട് പറഞ്ഞു, ഹേയ് വേണ്ട, ഇതിവിടെ ഇരുന്നോട്ടെ, ഇതെനിക്ക് കാണണം. നമ്മുടെ വിധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ വിധി തന്നെ മാഞ്ഞു പോയ പലതും നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരും. അതാണ് സത്യം എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ കേട്ടതും ആകെ അതിശയത്തോടെ സ്നേഹ ചോദിച്ചു, അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഉടനെ സച്ചി അവിടേക്ക് എത്തിയതും സ്നേഹ സച്ചിയെ നോക്കിയിട്ട് പറഞ്ഞു, ഏട്ടാ ഇത് കണ്ടില്ലേ, അമ്മ എപ്പോഴും ഈയിടെയായിട്ട് അർച്ചനയുടെ ഫോട്ടോയും നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ് അമ്മ എല്ലായ്പ്പോഴും. അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണമാണെങ്കിൽ ശരിക്കും കഴിക്കുന്നില്ല. എപ്പോഴും എന്തെങ്കിലും ആലോചനയും ഏടത്തിയെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ കരച്ചിലും തന്നെയാണ്. ഏട്ടാ, അമ്മ ഇങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും അസുഖം വരുത്തി വെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോ സച്ചി അരികിലേക്ക് ചെന്നു. അമ്മേ, എന്താ അമ്മ ഇങ്ങനെ? അമ്മയ്ക്കുള്ള സങ്കടം പോലെ എല്ലാവർക്കും ഉണ്ടല്ലോ, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് സച്ചി കമലമ്മയെ ആശ്വസിപ്പിക്കുമ്പോ കമലമ്മ ആ ആൽബം എടുത്ത് നേരെ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും സച്ചിയോട് സ്നേഹ പറഞ്ഞു, ഏട്ടാ, അമ്മയുടെ ചില നേരത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഏട്ടത്തി എവിടെയോ ജീവനോടെ ഉണ്ട് എന്ന രീതിയിലാണ് അമ്മയുടെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ എന്ന് സച്ചിയോട് സ്നേഹ പരാതി പോലെ പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, സ്നേഹമോളെ, നീ ഒരു കാര്യം ചെയ്യണം, അമ്മയെ ശരിക്കും ശ്രദ്ധിച്ചോണം, എപ്പോഴും അമ്മയുടെ അടുത്തുണ്ടാവണം. അമ്മയുടെ അവസ്ഥ അറിയാവല്ലോ, ഇനി എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചാലോ, അതുകൊണ്ട് അമ്മയുടെ മേൽ നല്ല ശ്രദ്ധയുണ്ടാവണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ സമയം കമലമ്മ ആ ആൽബം എടുത്ത് മുറിയിൽ വന്ന് അലമാരയിലേക്ക് വെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ കമലമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മോളെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം കണ്ണടയാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആൽബം വെക്കാനായി അലമാരയുടെ വാതിൽ തുറന്നതും ഉടനെ പെട്ടെന്ന് കമലമ്മയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. അങ്ങനെ തല ചുറ്റുന്ന പോലെ തോന്നിയത് കൊണ്ട് കയ്യിൽ നിന്ന് ആ ആൽബം താഴേക്ക് വീണു. കമലമ്മ ബെഡിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ബോധം കെട്ട് തല ചുറ്റി നിലത്തേക്ക് വീഴുകയാണ്. അങ്ങനെ അബോധാവസ്ഥയിൽ ആ ഭക്ഷണവും കഴിക്കാതെ രാത്രിയിൽ ശരിക്കും ഉറക്കവും നഷ്ടപ്പെട്ട് മകളെക്കുറിച്ചുള്ള ചിന്ത അധികരിച്ചു വന്നതുകൊണ്ട് ആ അമ്മയുടെ മനസ്സ് താൻ കേട്ട സത്യത്തെ ഉൾക്കൊള്ളാനാകാതെ തന്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മയിൽ മനസ്സ് വല്ലാതെ നീറി പുകഞ്ഞതുകൊണ്ട് അമ്മയുടെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്ന് അവശയായി വീണു. ഈ സമയത്ത് രാജീവ് അർച്ചനയുടെ കുഞ്ഞിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. മുരുകനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞിനെ കിട്ടിയെന്നുള്ള കാര്യം മാത്രം മുരുകന്റെ ചേട്ടൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ പിടികൂടി രാജീവ് അയാളെ ചോദ്യം ചെയ്തു. ശരിക്കും മുരുകനും ഭാര്യയ്ക്കും കുഞ്ഞിനെ കിട്ടി എന്നത് സത്യമാണല്ലോ, അവർക്ക് ആ കുഞ്ഞിനെ കിട്ടിയത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചപ്പോ അവരുടെ കുഞ്ഞ് മരണപ്പെട്ടായിരുന്നു. പക്ഷേ പിന്നീട് മറ്റെവിടുന്ന് അവർക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന കാര്യം സത്യമാണ്. ആ കുഞ്ഞിനെ കുറച്ചു നാൾ അവർ വളർത്തിയേ, അത് കഴിഞ്ഞപ്പോ പിന്നീട് അവർക്ക് കുഞ്ഞിനെ വളർത്താൻ കഴിയാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അവർ ഏതൊരു അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് മുരുകന്റെ ചേട്ടൻ പറഞ്ഞു. നീ ഈ കാര്യങ്ങളൊക്കെ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് അയാൾ ഉറപ്പ് പറഞ്ഞു. ഉടനെ രാജീവ് ആ ആശ്രമം ഏതാണെന്നും ആ അനാഥാലയം ഏതാണെന്ന് രാജീവ് അന്വേഷിച്ചു. അങ്ങനെ രാജീവിനോട് അയാൾ സത്യങ്ങൾ തുറന്നു പറയുന്നു. ഈ സമയം സച്ചി ഓട്ടത്തിന് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് സൂര്യ വിളിക്കുന്നു. സച്ചിയുടെ ഫോണിലേക്ക് സ്നേഹ വിളിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്ത് കാര്യം എന്താണെന്ന് സച്ചി അന്വേഷിച്ചപ്പോഴേക്കും അമ്മ ഹോസ്പിറ്റലാണെന്നും ഏട്ടൻ പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വരണമെന്നും സ്നേഹ സച്ചിയോട് പറഞ്ഞു. ഫോൺ വെച്ച് സച്ചി ഉടൻ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. കോൾ അറ്റൻഡ് ചെയ്ത അർച്ചന വളരെ സന്തോഷത്തോടെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും കോള് വിളിച്ചത് അനഘയായിരുന്നു. ആയിഷ ചേച്ചി, ഇത് ഞാനാ അനഹ. ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് പെട്ടെന്നൊരു തലചുറ്റലുണ്ടായി, ആന്റി ഇപ്പൊ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ വല്ലാത്ത ടെൻഷനായി അർച്ചനയ്ക്ക്. എന്താ അമ്മയ്ക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാ ഇങ്ങനെ ഉണ്ടായത് എന്ന് അർച്ചന അന്വേഷിച്ചതും ഉടനെ അനഘ പറഞ്ഞു, ഈയിടെയായിട്ട് അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. അർച്ചനയിടത്തിയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അമ്മയുടെ മനസ്സിൽ നിറയെ. അർച്ചനയിടത്തി ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള ആ സത്യം ഉൾക്കൊള്ളാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അമ്മ മാക്സിമം അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടാനായി ബലിയിടാൻ വരെ അമ്മ പോയതാണ്. പക്ഷേ ഇപ്പോ കുറച്ചു ദിവസമായി അമ്മയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. അമ്മയ്ക്ക് ഇപ്പോഴും ചേച്ചിയെ കുറിച്ചുള്ള ചിന്തകളാണ്. ഈയിടെയായിട്ടെല്ലാം ആൽബം എല്ലാം എടുത്തു നോക്കുകയും എപ്പോഴും ആലോചനയും സങ്കടവും ഒക്കെയായിരുന്നു. കരച്ചിലും ഒക്കെയായി. അങ്ങനെ കുറച്ചു ദിവസങ്ങളായി സമയത്തിന് ഭക്ഷണം പോലും അമ്മ കഴിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം കാരണം ഇപ്പോ BP കൂടി അമ്മ തലചുറ്റി വീണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് അനഘ അറിയിച്ചു.
എല്ലാം കേട്ടതും പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാത്ത ടെൻഷനിലായിപ്പോയി അർച്ചന. ഉടനെ തന്നെ അനഘ, ചേച്ചി കേൾക്കുന്നില്ലേ എന്ന് അനഘ അന്വേഷിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ആ ശരി മോളെ, ഏത് ഹോസ്പിറ്റലാ എന്ന് ചോദിച്ച് ഹോസ്പിറ്റലിന്റെ പേര് മനസ്സിലാക്കി താൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അച്ഛന ഫോൺ വെക്കുന്നു. ഈ സമയം സച്ചി ഹോസ്പിറ്റലിലേക്ക് എത്തി. സ്നേഹ സച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ കൃത്യമായി ഭക്ഷണം കഴിക്കാതിരുന്നോണ്ടും BP കൂടിയിട്ടാണ് അമ്മ തളർന്നു വീണതെന്നുള്ള വിവരം സ്നേഹ സച്ചിയോട് അറിയിച്ചു. കമലമ്മ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് സച്ചി പറഞ്ഞു, അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? അമ്മയോട് എപ്പോഴും പറയുന്നല്ലേ, ഇതുപോലെ മനസ്സിനെ കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞ് സ്നേഹയും സച്ചിയും കമലമ്മയെ ഉപദേശിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും സച്ചി കമലമ്മയോട് പറഞ്ഞു, അമ്മേ ഇതുപോലൊരു അവസ്ഥയിൽ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇനി ഞങ്ങൾക്ക് പിന്നെ ആരാണെന്നുള്ള കാര്യം അമ്മ എന്താ ചിന്തിക്കാത്തത്? അമ്മ ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതെന്ന് അനുസരിച്ച് സമയത്ത് ആഹാരവും കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതാണ് അമ്മയോട് എനിക്ക് പറയാനുള്ളതെന്ന് സച്ചി അറിയിച്ചു. കൊച്ചുകുട്ടികളെ പോലെ അമ്മ ഇങ്ങനെ വാശി പിടിക്കരുത് എന്ന് പറയുമ്പോൾ സ്നേഹ പെട്ടെന്ന് സച്ചിയോട് പറഞ്ഞു, ഏട്ടാ ഞാനേ ഈ മരുന്നൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വരാം, ഏട്ടൻ ഇവിടെ അമ്മയുടെ അടുത്തിരിക്കട്ടോ എന്ന് പറഞ്ഞ് സ്നേഹ വേഗം അപ്പുറത്തേക്ക് പോയി. ആ സമയത്ത് കമലമ്മ പറഞ്ഞു, എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എളുപ്പമാ, പക്ഷെ പെറ്റ വയറിനല്ലേ അതിന്റെ വേദന അറിയോ എന്ന് പറഞ്ഞ് കമലമ്മ സങ്കടപ്പെട്ടു. മോനെ സച്ചി, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? അവൾ എവിടെയാണെന്ന് അറിയാതെ, അവൾക്ക് എന്തോ സംഭവിച്ചെന്നറിയാതെ സത്യത്തിൽ എൻ്റെ മനസ്സ് വല്ലാത്ത ആശങ്കയിലാണെന്ന് കമലമ്മ സങ്കടത്തോടെ സച്ചിയോട് തന്റെ അവസ്ഥ പറയുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന സച്ചി പറഞ്ഞു, അമ്മയെ കാണാനായി അർച്ചു വരും. അമ്മയുടെ അച്ചു തീർച്ചയായിട്ടും എത്തും. അത് അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മയുടെ അരികിലേക്ക് അച്ചു വന്നിരിക്കും. അമ്മ അതോർത്ത് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് സച്ചി കമലമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ അർച്ചന വിവരം അറിഞ്ഞ് ആ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി. കമലമ്മയും സച്ചിയും ഇരുന്ന് സംസാരിക്കുന്നതും സച്ചിയോട് കമലമ്മ സങ്കടങ്ങൾ പറയുന്നതും അപ്പുറത്ത് മാറി നിന്ന് അർച്ചന കാണുകയും കേൾക്കുകയും ചെയ്യുന്നു.